മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടൊരു താരമാണ് നടൻ ജഗദീഷ്. അപ്പുകുട്ടൻ എന്ന ഒറ്റ ഹാസ്യ കഥാപാത്രം കൊണ്ട് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നടൻ. തനിക്ക് ഏറ്റവും ഇഷ്ടവും അടുപ്പമുള്ള നടി ഉർവശിയാണെന്ന് ജഗദീഷ് ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. സിനിമാ ലോകത്ത് ഒരു കൊമേഡിയനായി മാത്രം നിന്നിരുന്ന ജഗദീഷിന് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ധൈര്യം നൽകിയത് ഉർവശിയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി ആ സമയത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ സീനിയറായിട്ട് നിന്നിരുന്ന ഉർവശി ജഗദീഷിന്റെ നായികയായി സിനിമയിൽ കയറിയപ്പോൾ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ജഗദീഷിന്റെ 7ഓളം സിനിമകളിൽ ഉർവശി നായികയായിട്ട് അഭിനയിച്ചു. വലിപ്പച്ചെറുപ്പവും സൗന്ദര്യവും സ്ഥാനമഹിമയും നോക്കാതെ എല്ലാ നായകന്മാരോടൊപ്പം അഭിനയിക്കാനും ഉർവശി തയ്യാറായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി ഉർവശിയാണെന്ന് ഒരിക്കൽ ജയറാം പറയുകയുണ്ടായി. അത് വേറൊരു ജന്മം തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങളുടെ ഇഷ്ട നായികയും ഉർവശി തന്നെയാണ്. സത്യത്തിൽ സിനിമാ ലോകത്ത് ഒരുപാട് ആദരവ് അർഹിക്കപ്പെടുന്ന ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് ഉർവശി. ഭംഗിയും സൗന്ദര്യമുള്ള സൂപ്പർ താരങ്ങളുടെ കൂടെ മാത്രം അഭിനയിച്ചാലേ സിനിമാ ഇൻഡസ്ട്രിയിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന നായികമാരുടെ കാലത്ത് ഹാസ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്ന ശ്രീനിവാസിനെയും ജഗദീഷിനെയും പോലെയുള്ളവരുടെ കൂടെ നായികയായിക്കൊണ്ട് തന്റെ അഭിനയത്തിലെ കഴിവ് മെച്ചപ്പെടുത്താനാണ് ഉർവശി ശ്രമിച്ചത്. കോമഡി ചെയ്തിരുന്നവർ സീരിയസ് റോളുകൾ ചെയ്യുന്ന നായകന്മാരായപ്പോൾ ഒപ്പം നായികയായിട്ടുള്ള ഉർവശിയുടെ അഭിനയവും പ്രേക്ഷകർക്കേറെ സ്വീകാര്യമാകും വിധം ആ സിനിമകളെല്ലാം ഇഷ്ടപ്പെടാനും വിജയിക്കാനും ഒരു കാരണമായി. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പേര് ഇപ്പോൾ മഞ്ജു വാര്യരുടെ ആണെങ്കിലും മലയാളികൾക്ക് എക്കാലവും ഓൾ ടൈം ഫേവറേറ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഉർവശി തന്നെയാണ്. 10ാം വയസ്സിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി തുടങ്ങി ഇന്ന് തന്റെ 54 വയസ്സ് പ്രായത്തിനിടയിൽ മലയാളം കൂടാതെ തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ ഒട്ടനവധി മറ്റു ഭാഷകളിലായി 702-ൽ പരം സിനിമകളിൽ മികച്ച അഭിനയം കാഴ്ചവെക്കാൻ ഉർവശിക്ക് സാധിച്ചിട്ടുണ്ട്. ഉർവശി എന്ന നടിയുടെ അഭിനയത്തെ കടത്തിവെട്ടാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഇന്നോളം മറ്റൊരു നായിക ജനിച്ചിട്ടില്ല എന്നതാണ് സത്യം. വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകളുടെ വേദനകളെല്ലാം തന്റെ അഭിനയ ജീവിതത്തിലെ പ്രകടനം കൊണ്ട് ഉർവശി മറികടന്നു. ഉർവശിയെ പോലെ തന്നെ സഹോദരിമാരായ കൽപ്പനയും കലാരഞ്ജിനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തനിക്കിപ്പോഴും അഭിനയിക്കാൻ അറിയില്ലെന്നാണ് ഉർവശി പറയുന്നത്. ഒരു നായകന്റെയും സപ്പോർട്ടിലോ റെക്കമെൻഡേഷനിലോ വന്ന ഒരാളല്ല താനെന്നും പ്രഗത്ഭരായ സംവിധായകന്മാർ ഓരോ കഥയ്ക്കനുസരിച്ച് തന്നെ അഭിനയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ഉർവശി പറഞ്ഞിട്ടുണ്ട്. തന്റെ അഭിനയത്തെക്കാൾ കൂടുതൽ സംവിധായകന്റെ കഴിവിനെയും കൂടെ അഭിനയിക്കുന്ന താരങ്ങളെയുമാണ് ഉർവശി അഭിനന്ദിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പ്രയോഗം തെറ്റാണെന്നാണ് ഉർവശി പറയുന്നത്. സത്യത്തിൽ എന്തിനാണ് ലേഡി ഡയറക്ടർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്? അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നും ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ സ്റ്റാർ എന്ന പ്രയോഗത്തിന്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഉർവശിയുടെ വാദം. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന കിരീടം തനിക്ക് വേണ്ടെന്നും സത്യത്തിൽ അതൊരു ഭാരമാണെന്നും അങ്ങനെ ഒരു കിരീടം തലയിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ജീവിതകാലം മുഴുവൻ താഴെ വീഴാതെ കൊണ്ടു നടക്കണമെന്നും ഉർവശി പറഞ്ഞു. എക്കാലവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നായികയായി അറിയപ്പെടണം എന്നതാണ് ഉർവശിയുടെ ആഗ്രഹം. ജയറാമിന്റെയും ശ്രീനിവാസിന്റെയും ജഗദീഷിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ നായികയായിട്ടുള്ള ഉർവശിയുടെ കഥാപാത്രങ്ങൾ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് വരെ അഭിനയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ കഥാപാത്രങ്ങളൊക്കെ എക്കാലവും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും.